ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ GPS ബേസ്ഡ് ലൊക്കേഷൻ ട്രാക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേസിക്കലി ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വൈഫൈ എനേബിൾഡ് ഓർഡിനോ ബോർഡും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു GPS മൊഡ്യൂളും മാത്രം മതി. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് PCB ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ PCB ഫയൽസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് കോഡും അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽറ്റിയം PCB ഡിസൈനറിലാണ്. കാരണം ഞാൻ ഇതിനകത്താണ് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ ഈ ആൽറ്റിയം എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ടാണ്. നമ്മുടെ DIY പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സർക്യൂട്ടുകളാണെങ്കിലും കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ലെവലിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PCB ഡിസൈനിങ്ങിനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് ഈ ആൽറ്റിയം എന്ന് പറയുന്ന ടൂൾ. ഇതിനകത്ത് ഒരുപാട് ടൂൾസും യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും PCB ഡിസൈൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ആൽറ്റിയം ടൂൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫ്രീ ട്രയൽ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആൽറ്റിയം സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറൊരു സർവീസാണ് ആൽറ്റിയം 365. ഈ ഒരു സർവീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സമയം പല പല ആൾക്കാരുമായിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും റിയൽ ടൈമിൽ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും ഓരോ കമൻസ് പാസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാമും അതുപോലെ PCB ഡിസൈനും എല്ലാം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ കാണുന്ന Arduino R4 വൈഫൈ ആണ്. സോ ബേസിക്കലി ഇതൊരു വൈഫൈ പവേർഡ് ആയിട്ടുള്ള ഒരു Arduino ബോർഡാണ്. ഇതിനെല്ലാം പവർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്ററാണ്. നമ്മൾ കൊടുക്കുന്ന Vin സ്റ്റഡി ആയിട്ടുള്ള 5 വോൾട്ട് പവർ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ Arduinoയും അതുപോലെ തന്നെ GPS മൊഡ്യൂളിനെയും പവർ ചെയ്യുന്നത് ഈ 7805 വോൾട്ടേജ് റെഗുലേറ്ററാണ്. പിന്നെ കുറച്ച് ഓപ്ഷണൽ കമ്പോണൻസ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഇൻഡിക്കേറ്റർ LEDs ആണ്. നമുക്ക് പെട്ടെന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ Arduinoയുടെ മെയിൻ ആയിട്ടുള്ള കണക്ഷൻസ് എന്ന് പറയുന്നത് GPS മൊഡ്യൂളിൽ നിന്നുള്ള TX-RX സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7805 വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ഒരു GPS മൊഡ്യൂളിനെ പവർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു MP3 മൊഡ്യൂളുണ്ട്. ഈ MP3 മൊഡ്യൂളിൻ്റെ TX-RX പിൻ നമ്മുടെ Arduinoയുടെ 10 അതുപോലെ തന്നെ 11 പിന്നിലേക്ക് സോഫ്റ്റ്വെയർ സീരിയൽ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു സ്പീക്കറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് നമ്മുടെ പിൻ A5ലേക്കും അതുപോലെ തന്നെ ഈ ഒരു LED ഈ കാണുന്ന LED നമ്മുടെ Arduinoയുടെ പിൻ 13ലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത പ്രോജക്റ്റായ ഓട്ടോമേറ്റഡ് ഓഡിയോ ഗൈഡ് എന്ന് പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്പോണൻറ്റ്സ്. ബേസിക്കലി ഒരു AI പവേർഡ് ChatGPT പവേർഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ടൂർ ഗൈഡാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ്, ഈ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സർക്യൂട്ട് നിങ്ങളൊരു ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്തിട്ട് ഈ ഒരു Arduinoയെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പ്രോജക്റ്റിനും PCB ഡിസൈൻ ചെയ്താണ് ചെയ്യാറ്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെയും PCB ഡിസൈൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആൽറ്റിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് PCB ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ബിഗിനർ ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PCB ഡിസൈനിങ് പഠിക്കാവുന്നതാണ്. ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊരു IoT പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് Arduino ക്ലൗഡാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് Arduino ക്ലൗഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിനകത്ത് നമ്മൾ ഈ ഒരു Arduino ക്ലൗഡിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. ഓക്കെ, ആദ്യം നമ്മുടെ Arduino ക്ലൗഡിൻ്റെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ തിങ്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടല്ലായിരുന്നു, അതിനകത്ത് ഇവിടെ കാണുന്ന ഈ ലൊക്കേഷൻ ട്രാക്കർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ്. അത് ഓപ്പൺ ചെയ്യുക. സോ ഇതിനകത്ത് നമ്മുടെ എല്ലാ പ്രോജക്റ്റ് ഡീറ്റെയിൽസും എല്ലാം കാണാൻ പറ്റും. നമ്മുടെ ക്ലൗഡ് വേരിയബിൾസ്, അതുപോലെ തന്നെ ഏത് Arduino ബോർഡാണ് അസൈൻ ചെയ്തിരിക്കുന്നത്, ഏത് നെറ്റ്വർക്കാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മെയിനായിട്ട് 2 വേരിയബിൾസ് ആണുള്ളത് അല്ലേ. ഒന്ന് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ക്ലൗഡ് ലൊക്കേഷൻ വേരിയബിളും അതുപോലെ തന്നെ മാപ്പ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിളും.
ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ക്ലൗഡ് ലൊക്കേഷൻ ടൈപ്പ് വേരിയബിൾ ആയിരിക്കും നമ്മൾ മാപ്പിൽ ലൊക്കേഷൻ പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മാപ്പ് സ്ട്രിംഗ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു വിഡ്ജറ്റിൽ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പ്രോജക്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഓർഡിനോ ബോർഡാണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു Arduino UNO R4 ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഏത് വൈഫൈയിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാണാൻ പറ്റും. ഡാഷ്ബോർഡ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിലത്തെ മെനു ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഈ ലൊക്കേഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഡാഷ്ബോർഡാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം മെയിനായിട്ട് 2 വിഡ്ജറ്റാണുള്ളത്. ഒന്ന് വാല്യൂ എന്ന് പറയുന്നൊരു വിഡ്ജറ്റും ഉണ്ട്, അതുപോലെ തന്നെ മാപ്പ് എന്ന് പറയുന്ന വിഡ്ജറ്റും ഉണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റ് ജസ്റ്റ് കോർഡിനേറ്റ്സ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മാപ്പ് എന്ന് പറയുന്നത് ആ ഒരു ലൊക്കേഷൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് പ്രോജക്റ്റിലേക്ക് പോകാം. പ്രോജക്റ്റ് പേജിൽ ഇവിടെ ടോപ്പ് റൈറ്റ് നോക്കുകയാണെങ്കിൽ സ്കെച്ച് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ Arduino ബോർഡ് GPS മൊഡ്യൂളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ Arduino ക്ലൗഡിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണിത്. ആദ്യം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ടൈനി GPS പ്ലസ് എന്ന് പറയുന്ന ലൈബ്രറി, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ GPS മൊഡ്യൂളിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുകയാണ്, ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഓക്കെ, സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ Arduino ബോർഡും Arduino ക്ലൗഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഡീബഗ് ലെവലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ലൂപ്പ് ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനകത്താണ് നമ്മുടെ മെയിൻ കോഡ് വരുന്നത് അല്ലേ. ബേസിക്കലി നമ്മുടെ Arduino ബോർഡിലേക്ക് GPS മൊഡ്യൂളിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. വരുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇൻഫോ എന്ന് പറയുന്ന ഫംഗ്ഷൻ റൺ ചെയ്യും. ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഇൻഫർമേഷനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് പാഴ്സ് ചെയ്ത് കറക്റ്റ് വേരിയബിളിലേക്ക് ആക്കുന്നു. 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഡേറ്റ ഒന്നും വന്നിട്ടില്ല എങ്കിൽ യൂസറിനൊരു ഡീബഗ് മെസ്സേജ് കാണിച്ചിട്ട് അതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറുന്നു. ഈ കോർഡിനേറ്റ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് നമ്മൾ നേരത്തെ മാപ്പ് വിഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു വിഡ്ജറ്റും അപ്ഡേറ്റ് ആവുന്നു. സോ ഗൈസ്, ബേസിക്കലി കോഡ് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ Arduino ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് സർക്യൂട്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.